സ്പൈഡർമാൻ ബ്രാൻഡോടെ ഉണ്ട് കിട്ടിയില്ല പടം. അതായത് ഒരു സ്പൈഡർമാൻ മൂവി നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇമോഷൻസ് ഫൈറ്റ് കാര്യങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് കറക്റ്റ് പ്രോപ്പറായിട്ട് എടുത്ത് വെച്ച സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് നമുക്കറിയാം ഇതിനു മുമ്പ് ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാനൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ഒരു യങ്ങർ പ്രശ്നം അല്ലെങ്കിൽ ടീനേജ് ഒരാൾ സ്പൈഡർമാൻ ആയ എങ്ങനെ ഇരിക്കും, പുള്ളി കടന്നു പോകുന്ന സ്റ്റേജും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സിനിമയുടെ പേര് വല്ല ഒരു ബ്രാൻഡ് ന്യൂടെ സ്പൈഡർമാൻ ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് കുറച്ചുകൂടെ മെച്യൂർഡായി കാര്യങ്ങളൊക്കെ സീരിയസ്നെസ് ആയി ഒരു സ്പൈഡർമാൻ എങ്ങനെയാണ് അല്ലെങ്കിൽ അയാളുടെ ഉത്തരവാദിത്വം ഇത്രയും പവർ ഉള്ളപ്പോൾ താൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അതെല്ലാം മെച്യൂർഡായി തിങ്ക് ചെയ്തൊരു പക്ക ഒരു നമ്മൾ ഇത്രയും നാൾ കാണാതെ ഇരുന്നൊരു വേറൊരു സ്പൈഡർമാൻ്റെ ഷെയ്ഡ്. ഇപ്പൊ തന്നെ ടോം ഹോളണ്ടിന്റെ 4th അഡാപ്റ്റേഷൻ ആണ്. അതായത് 3 ഓൾറെഡി ഇറങ്ങി. സോ ഇനിയും സെയിം നമ്മൾ 3 കണ്ടുകൊണ്ടിരുന്ന പുള്ളി ഓരോ കെയോസ് പുള്ളിനെ സൃഷ്ടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നുകൊണ്ടൊരു സിറ്റുവേഷൻ ഉണ്ട്. വീണ്ടും അതേ സംഭവം തന്നെ റിപ്പീറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു ആവർത്തന വിരസത എന്ന രീതി പോലെ വരും. ബട്ട് ഇതിനകത്ത് നമ്മൾ ഇത്ര നാൾ കണ്ട സ്പൈഡർമാനെ അല്ല, നമ്മൾ ഇത്ര നാൾ ടോം ഹോളണ്ടിനെ കണ്ട ഒരു വേർഷനെ അല്ല. ടോബിയുടെ ഒക്കെ സ്പൈഡർമാൻ പോലെ ഒരു വെൽ മെച്യൂർഡ് ആയിട്ട് നമ്മുടെ ആൾക്കാരെ സേവ് ചെയ്ത് നെയ്ബർ സ്പൈഡർമാൻ എന്താണോ അതാണ് ഇതിനകത്ത് ഗംഭീരമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. സോ അത് കിഡിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓഡിയൻസായിട്ട് കണക്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് സാധനം വന്നിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് ഇമോഷണൽ ഹുക്ക് ഇതൊരു നമ്മൾ നിങ്ങളൊരു അവഞ്ചേഴ്സോ അല്ലെങ്കിൽ ബാക്കിയുള്ള സിനിമ പോലെ നിന്ന് എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു സ്പൈഡർമാൻ മൂവി ആണെന്ന് പോലെ എക്സ്പെക്ട് ചെയ്ത് പോവുക. കാരണം ഇതിനകത്ത് കൂടുതൽ ഇമോഷണൽ സാധനങ്ങളാണ്. അതായത് ആക്ഷൻസും സംഭവങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ പോലും ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് പിടിച്ചിരുന്ന കുറെ സംഭവം, എസ്പെഷ്യലി ടുവേഴ്സ് ക്ലൈമാക്സ് പോർഷനും പിന്നെ അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൂടുതൽ ഞാൻ പറയുന്നത് സ്പോയിലർ ഇപ്പം. സോ അതൊക്കെ കറക്റ്റായിട്ട് നല്ല, കാരണം അതിന്റെ പ്ലോട്ട് വെൽ റിട്ടൺ ആണ്. കാരണം നല്ലൊരു ചുമ്മാ ഒരു സ്പൈഡർമാൻ മൂവിനി പുതിയതായിട്ട് എടുക്കണം എന്ന രീതി അല്ലെങ്കിൽ ഡൂംസ്ഡേ ആയിട്ടൊക്കെ എന്തെങ്കിലും കണക്ട് ചെയ്ത് സിനിമ എടുക്കണം, സ്പൈഡർമാൻ എങ്ങനെയല്ല അതിനകത്ത് കൊണ്ടുവരണം എന്ന രീതിയിലൊന്നും എടുത്താക്കുന്ന പടമല്ല. പ്രോപ്പർലി റൈറ്റ് ചെയ്ത് പ്രോപ്പർ പ്ലോട്ടും പ്രോപ്പറായിട്ട് ക്യാരക്ടർ ആർക്കൊക്കെ സ്പൈഡർമാനെ കൊടുത്ത് ഗംഭീരമായിട്ട് അതിന് ചെയ്തു വെച്ചേക്കുന്നത്. എന്തായാലും ഇതിന് നെക്സ്റ്റ് പാർട്ടും കാര്യങ്ങളും ഉണ്ടായിരിക്കും ഉറപ്പാണ്. കാരണം അതേപോലെയാണ് ഈ സിനിമ കൊണ്ട് അതിന്റെ കഥ പോകുന്ന വഴി. പിന്നെ ഇതിനകത്ത് നമുക്കറിയാം പണിഷർ ഉണ്ട്, മാർക്ക് റഫലോയുടെ ഹൾക്ക് ഉണ്ട്. ഹൾക്കിന്റെ ഒക്കെ ഞാൻ കൂടുതൽ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അതൊക്കെ ഒരു അടിപൊളി സീരീസ് ആണ്. കാരണം നമ്മൾ കുറെ നാളുടെ ഹൾക്കിനെ കാത്തിരുന്ന രീതിയൊക്കെ ഇല്ല. അത് കൂടുതൽ ഞാൻ പറഞ്ഞ സ്പോയിലർ. ഇപ്പോൾ നിങ്ങൾ ട്രെയിലറി അത് ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതെല്ലാം നമ്മുടെ പണിഷർ ഫ്രാങ്ക് പുള്ളിയും കിഡിലിനായിട്ട് ചെയ്തിട്ടുണ്ട്. ചുമ്മാ പണിഷറിനെ ഇതിനകത്തേക്ക് കൊണ്ടുവരുമല്ല, അതൊരു വെൽ റിട്ടൺ ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളിയുടെ ക്യാരക്ടർ ആർക്ക് പുള്ളിക്ക് നമുക്കറിയാം ഇപ്പൊ പണിഷർ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്, പുള്ളിയുടെ റിവെഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പുള്ളി ഇപ്പൊ ഏതൊരു സ്റ്റേജിലേക്ക് വന്നത് നമുക്കറിയാം. പണിഷറിന്റെ സീരീസും പിന്നെ ഈ ഇടയ്ക്ക് ഒരു മാർവലിന്റെ ഒരു മിനി എപ്പിസോഡ് പോലെ ഇറങ്ങിയായിരുന്നു. സോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ഇത് വരുന്നത്. അപ്പൊ പണിഷറിനെ പ്രോപ്പർലി ഇതിനകത്തേക്ക് കൊണ്ടുവന്നാൽ ചുമ്മാ കുത്തി കയറ്റുമല്ല, അതേപോലെ പ്രോപ്പർലി ഉള്ളിനെ കൊണ്ടുവന്നു. പിന്നെ ടോം ഹോളണ്ടിന്റെ പീറ്ററും നമ്മുടെ പണിഷറും തമ്മിലുള്ളൊരു അവരുടെ കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കുത്തിക്കയറ്റിലൊന്നും ഫീൽ ചെയ്തില്ല, ആ കഥയായിട്ട് ഗംഭീരമായിട്ട് സിങ്ക് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം പീറ്റർ പാർക്കർ ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതെല്ലാം നമുക്കൊരു കോമഡി അല്ലെങ്കിൽ കുറച്ചൊരു ഇമോഷണലി അത്രത്തോളം ഹുക്കായിട്ടുള്ള നോവേ ഹോമിലാണ് കൂടുതലുള്ളത്. കുറച്ചുകൂടെ ഇമോഷണൽ ട്രാക്ക് പിടിച്ചാക്കുന്നത്. അത് നമുക്ക് ഇമോഷണലി തോന്നുന്ന പഴയ നമ്മുടെ ആൻഡ്രോയിന്റെയും ടോബി മെഗ്യൂറിന്റെ ഒക്കെ സ്പൈഡർമാൻ വന്നതും അവരുടെ ഇമോഷണൽ പരിപാടിയും പിന്നെ ക്ലൈമാക്സിലത്തെ നമുക്കറിയാം സ്പെല്ലൊക്കെ ആയിട്ടുള്ള പരിപാടിയൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് എൻ്റെ പുള്ളിയുടെ ഒരു റിയൽ ലൈഫ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്പൈഡർമാൻ ആയിട്ടുള്ള ഒരാളുടെ ഒരു അവസ്ഥ റിയൽ വേൾഡിനെ അയാൾ ഫേസ് ചെയ്യുന്ന രീതി, അങ്ങനെ കുറെ ഭയങ്കര ഇമോഷണൽ സൈഡ് നല്ലൊരു എടുത്തു കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെയായിട്ട് ആ ഒരു സാധനം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു. ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാനകത്ത് ഇതുവരെയായിട്ട് എക്സ്പ്ലോർ ചെയ്ത കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ആക്ഷൻ സീക്വൻസ് ഒത്തിരി ഇല്ല. ആക്ഷൻ സീക്വൻസ് നിങ്ങൾ പ്രതീക്ഷിച്ചു നമ്മൾ ഈ ട്രെയിലറിൽ കണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് ഉള്ളൂ. അതിന്റെ ഉപരി 1-2 കുറച്ച് സീൻസേ ഉള്ളൂ. പക്ഷെ ആ സീൻസ് ഒക്കെ എടുത്തു വെച്ചേക്കുന്ന അടിപൊളിയായിട്ടാണ്. ഇതിന്റെ ജാക്കി ചാന്റെ ടീംസാണ് ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്താക്കുന്നതെന്ന് പറഞ്ഞത്. അത് കിടിലിനായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിലൊരു എന്താണ് ഒരു സ്പൈഡർമാൻ മൂവി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ രീതിയിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഇതിനകത്തൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. അപ്പം അതുകൂടെ മിസ് ചെയ്യാതെ പോവുക. കാരണം എനിക്ക് ഓൾമോസ്റ്റ് സ്പൈഡർമാൻ അല്ലെങ്കിൽ മാർവൽ മൂവീസ് ഒക്കെ ഫോളോ ചെയ്യുന്നവർ ഒരിക്കലും അതൊന്നും മിസ് ചെയ്തില്ല. എല്ലാ പരിപാടിയും എഴുതി കഴിഞ്ഞ് തിയേറ്റർ സ്ക്രീൻ ഓഫ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊക്കെ പുറത്തു പോകാറുള്ളൂ. സോ അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോകുന്നത് വലിയൊരു സംഭവം അല്ല, എന്നാൽ പോലും ഉണ്ട് അവിടെയും സംഭവം. സോ മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനത്തെ ഒരു സ്പൈഡർമാനെ കുറെ ആളുടെ എക്സ്പെക്ട് ചെയ്യുന്നത്, കാരണം നമ്മൾ ഇതുവരെ കണ്ട രീതിയിൽ നിന്ന് മാറി ഒരു കുറച്ചുകൂടെ മെച്യൂർഡ് സ്പൈഡർമാനെ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ സ്പൈഡർമാനെ കൂടുതൽ ഇഷ്ടം. അതൊരു കറക്റ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിയുടെ നമ്മൾ ഇന്നേരെ അതായത് ടോബി മഗ്വയറിന്റെ ആൻഡ്രൂ ഗാർഫീൽഡിന്റെയും കാര്യങ്ങളിലൊക്കെ കാണാത്ത കുറച്ച് സാധനങ്ങൾ ഇതിനകത്ത് ഒരു ടിപ്പിക്കൽ ക്ലീഷേഴ്സ് കുറച്ച് സാധനമുണ്ട് നമുക്കറിയാവുന്നത്. അതിനെയൊക്കെ ഒരു ബ്രേക്ക് ചെയ്ത്
ഗംഭീരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് ഈ പടത്തിനകത്ത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊക്കെ എന്താണ്. പിന്നെ അതിന്റെ ഡ്യൂറേഷൻ ഏകദേശം 2.5 മണിക്കൂർ എടുത്ത പടമുള്ളത്. പക്ഷെ 2.5 മണിക്കൂർ ബോറൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാലേ ഇതിനകത്ത് ചുമ്മാ സീൻ വന്നു പോകുന്നു, കുറച്ച് അടി ഫൈറ്റ് അങ്ങനെയല്ല. ഇത് പ്രോപ്പർ ഒരു ത്രെഡ് കൊണ്ടുവന്ന് പ്രോപ്പർ ഒരു വില്ലനാർക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ പോകുന്നൊക്കെ ഉണ്ട്. നമുക്കറിയാം എന്തായാലും കുറച്ചുപേരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അമിതമായ എക്സ്പെക്ടേഷൻ പോലെ ഒരു സ്പൈഡർമാൻ മൂവിയിൽ എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ രീതി മാത്രമേ പോകുള്ളൂ. പക്ഷെ ഞാൻ കുറെ എക്സ്പെക്ട് ചെയ്ത് പലരെയും ഭയാനകമായിട്ട് ഡിഗ് ചെയ്തൊക്കെ ചില സമയത്ത് ഇങ്ങനെ ആലോചിച്ച് എക്സ്പെക്ട് ചെയ്തായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലേ പോലും എനിക്കൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് ഒരു സീനും തോന്നില്ല. കാരണം ഈ കഥയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വൃത്തിയായിട്ട് സീൻ ബൈ സീൻ അവർ ഹോംവർക്ക് ചെയ്തിട്ടാണ് ഈ പടം ചെയ്താക്കുന്നത്. സോ അതിന്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ഈ ഷാങ്ചി ദ ലെജൻഡ് ഓഫ് 10 റിങ്സ് എന്ന് പറഞ്ഞ ചെയ്ത പടത്തിന്റെ അതേ ഡയറക്ടറിനാണ് ഇതും ചെയ്താക്കുന്നത്. കിഡിലിനായിട്ട് അവർ അതും ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഷാങ്ചി, അതായത് നമ്മുടെ എൻ ഗെയിമിന് ശേഷം മാർവലിന്റെ നല്ല പടങ്ങളിൽ ഒരെണ്ണമാണ് ഷാങ്ചി. 2-3 പടം നല്ലതായിട്ട് വന്നിട്ടുള്ളൂ. നോവേ ഹോം, ഷാങ്ചി, പിന്നെ ബ്ലാക്ക് വക്കാണ്ട ഫോറെവർ കുഴപ്പമില്ല എന്ന രീതിയിൽ. പിന്നെ വന്നിട്ടുള്ള ഡെഡ്പൂൾ ആൻഡ് വോൾവറിനൊക്കെ ഉള്ളൂ. ഈ കുറച്ച് കയ്യിലുണ്ടാകുന്ന ചിത്രങ്ങൾ മാത്രം നല്ല പടങ്ങൾ വന്നിട്ടുള്ളൂ. അതില് ഒന്ന് എടുത്താക്കുന്നതാണ് ഷാങ്ചിയാണ് ഒന്ന്. ആ ഡയറക്ടറിനാണ് ഈ സിനിമ എടുത്താക്കുന്നത്. സോ അതിന്റെ ഒരു ഫുള്ളി ആക്ഷൻ സീക്വൻസ് ചെയ്യാൻ നല്ല. ഷാങ്ചിക്കകത്ത് നമുക്കറിയാം കുറെ ഈ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റും കുറെ ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അത് കിടിലായിട്ട് പുള്ളി ഷാങ്ചിക്കകത്ത് എടുത്തിട്ടുണ്ട്. ഷാങ്ചിയുടെ ഒരു നൈറ്റ് വെച്ചൊരു ഫൈറ്റ് ഉണ്ട്. നമ്മുടെ ഈ ഷാങ്ചിയും പുള്ളിയുടെ മാസ്കും തമ്മിലൊരു ഫൈറ്റ് ഉണ്ട്. ഒരു നൈറ്റ് ഒരു ബിൽഡിങ്ങിന്റെ അവിടെ വെച്ച് കിട്ടില്ല കോമ്പാറ്റ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതിനകത്തേക്ക് വരുമ്പോഴും സെയിം രീതിയിൽ നല്ല ആക്ഷൻ സീക്വൻസ് ഉള്ളത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് ഇമോഷണൽ കാര്യങ്ങളും ഒരു നല്ലൊരു പ്ലോട്ടും ഒരു നല്ലൊരു വില്ലനാർക്കും പരിപാടിയും മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എക്സ്പെക്ട് ചെയ്ത് എന്താണോ ആ സാധനം എനിക്ക് കംപ്ലീറ്റ് ഡെലിവർ ആയിട്ടുണ്ട്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി സിനിമയ്ക്കത്. സോ ഇതൊക്കെയാണ് എനിക്ക് സ്പൈഡർമാനെ കുറിച്ച് പറയാനുള്ളത്. കുറെ പറയാനുണ്ട്, പക്ഷേ ഇനി കൂടുതൽ പറഞ്ഞാൽ അതൊക്കെ സ്പോയിലർ ആയി പോകും. പിന്നെ പെർഫോമൻസ് അഫ്കോഴ്സ് ടോം ഹോളണ്ട് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളി നല്ല ഫിസിക്കൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ മാർക്ക് റഫലുണ്ട്, പണിഷർ അഫ്കോഴ്സ്, ഇവരെല്ലാം സെൻഡയുണ്ട്, നെഡിന്റെ പേര് ഞാൻ പറഞ്ഞത്. ഇവരുടെ എല്ലാ ഒരു സാധനം ഒരു ഇമോഷണൽ സൈഡും കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഒരു ബോറടിയ പരിപാടി ഒന്നുമില്ല. പിന്നെ മൊത്തത്തിൽ എല്ലാത്തിനും പിന്നെ കംപ്ലീറ്റ് ഒരു സ്പൈഡർമാൻ ഷോ ആണ് സിനിമ. സോ ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്ലിപ്സ്.